This is Sri Pavitra variety of tapioca. This variety has been developed by CTCRI Trivandrum. This variety has been introduced by KVK Idiki in 2016 in Adimali as well as Rajakad village of Idiki district. This variety is potassium efficient variety and it has good cooking quality and consumer acceptability as compared to other varieties of tapioca. So the farmers who were cultivating 2016, those farmers who were cultivating in 1 acre of land, now they have extended it to 5 to 6 acres, and they are even supplying the sets of Sri Pavitra to the neighboring states like Tamil Nadu and different districts of Kerala because the sets are in high demand. So our farmer is supplying the sets to other places, as well as in association with CTCRI, he has been supplying the sets to for SCSP as well as TSP schemes. The variety has given a good yield for our farmer. So we are having a farmer, his name is Thomas KV. He started cultivating Sri Pavitra right from 2016 and he has got a good yield, as well as he is telling that as compared to other varieties, the cooking quality and consumer acceptability is more in Sri Pavitra variety. So as far as the feedback from the farmer, he is telling that he has started cultivating it in 1 acre. Now it has extended to 6 acres all over Adimali village, and we can ask him his feedback about Sri Pavitra variety. ചേട്ടാ ഇത് ചേട്ടൻ ചെയ്യുന്ന സമയം തൊട്ടുള്ള അതിന്റെ ചേട്ടനും വന്ന എന്തൊക്കെയാ മെച്ചമുള്ളത് അതിനെ കുറിച്ച് പറയാം. കൃഷി കപ്പ കൃഷി വെറൈറ്റി കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കപ്പയാണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. പല കൃഷികൾ ചെയ്തു നോക്കിയിട്ടും ഒന്നും വിജയപ്രദമായില്ല. അങ്ങനെയാണ് KVKയിൽ നിന്ന് ഈ വെറൈറ്റി ഇനം കിട്ടിയത്. അത് കൊണ്ടുവന്ന് ആദ്യം 1 ഏക്കർ സ്ഥലം സാമ്പിളായിട്ട് ശ്രീ പവിത്ര 1 ഏക്കർ സ്ഥലം കൃഷി ചെയ്തു. അതെനിക്ക് നല്ല മെച്ചപ്പെട്ട വിളവായിരുന്നു. എനിക്ക് 1 ഏക്കർ സ്ഥലത്തുനിന്ന് 3 ലക്ഷം രൂപയോളം കിട്ടി. അങ്ങനെ ഇപ്പോൾ ഞാൻ ഒരു 6 ഏക്കർ സ്ഥലത്തോളം ഇത് തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ഇനി സ്ഥലം കുറേ എടുത്തിട്ടുണ്ട്. അതും ഇത് കൃഷി ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ വിളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 6 കിലോ വെച്ച് ആവറേജ് എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ഇത് ഇച്ചിരി കുറച്ച് അടുത്തടുത്ത് നടാം. പിന്നെ 8 മാസമാകുമ്പോൾ ഇത് പറിക്കാം. നമുക്കിതിൻ്റെ ഒരു രുചിപ്രദമായത് കിട്ടണമെങ്കിൽ ഒരു 10 മാസം ആവണം. പിന്നെ ഇതിനകത്ത് രോഗങ്ങളിൽ ഒത്തിരി കുറവുകളുണ്ട്. തണ്ടിൻ്റെ ഉള്ളൊക്കെ രോഗങ്ങൾ കുറവുണ്ട്. ചീച്ചിൽ അഴുകൽ രോഗം കുറവുണ്ട്. പിന്നെ ഈ ഇതിനകത്തുള്ള ഈച്ചശല്യം കുറവുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്നുള്ളൊരു അറിവ് എനിക്ക് ഇതായിട്ട് കിട്ടിയത്. അതാണ് ഇത് തന്നെ കൃഷി ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. എൻ്റെ ജീവിത വരുമാനം ഇതായിരുന്നു. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയതും. ഇപ്പോൾ ഞാൻ 2 സ്ഥലങ്ങളായിട്ട് മേടിച്ചിട്ടുണ്ട്. ഈ കൃഷിയിൽ നിന്നാണ് മേടിക്കാൻ എനിക്ക് കിട്ടിയത്. KVK സാന്തമ്പാറയും CTC തിരുവനന്തപുരത്തു നിന്നും സാർമാർ വരികയും ഇതിനെക്കുറിച്ച് പഠിക്കുകയും ഇതിനു വേണ്ട വളങ്ങൾ തരികയും ട്രോൾ വഴി വളം ചെയ്ത് കാണിക്കുകയും ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അവർ നിരന്തരം നമ്മളെ അന്വേഷിക്കുകയും ഇത് കാണാൻ വരികയും കണ്ടതിനുള്ള വളം ഇതൊക്കെ തന്നു. അതെല്ലാം നല്ല ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റി. ഞാനൊരു 1.5 ഏക്കറോളം കഴിഞ്ഞോടെ തന്നത് ചെയ്തു. അത് 1.5 ഏക്കറോളം നല്ല വിളവായിരുന്നു. അതിനകത്തൊരു 500 മൂട് കപ്പ പറിച്ചപ്പോൾ 3 ടൺ കപ്പോളും കിട്ടിയായിരുന്നു.